സംസ്ഥാനത്ത് ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിലെ ഉറവിടം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി കൊടുവള്ളിയിലെ MS സൊല്യൂഷൻ നൽകിയ മലപ്പുറം മേൽമുറിയിലെ മഅദിൻ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ, പനങ്ങാങ്കരയിലെ എരിക്കോടൻ അബ്ദുൽ നാസറിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ നാസർ രണ്ടാം പ്രതിയായ MS സൊല്യൂഷനിലെ അധ്യാപകൻ ഫഹദിനാണ് ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. നേരത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ഈ MS സൊല്യൂഷൻസിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ഫഹദിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ, ഇത് സോഷ്യലിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ നേരത്തെ ഈ സ്കൂളിൽ HM ആയിട്ട് പ്രിൻസിപ്പലിലേക്ക് ചാർജിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം പനങ്ങാങ്കരയിലെ വീട്ടിൽ നിന്നാണ് മേൽമുറി മഅദിൻ സ്കൂളിലെ പ്യൂണായ എലിക്കോടൻ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ചോർന്നിരുന്ന ക്രിസ്തുമസ് പരീക്ഷയുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, +1 കണക്ക് ചോദ്യപേപ്പറുകൾക്ക് പുറമെ +1 കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് എന്നീ പരീക്ഷകളുടെ ചോദ്യപേപ്പർ കൂടി താൻ രണ്ടാം പ്രതിയായ MS സൊല്യൂഷനിലെ ഇംഗ്ലീഷ് അധ്യാപകൻ ഫഹദിന് നൽകിയതായി അബ്ദുൽ നാസർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. രണ്ടാം പ്രതി ഫഹദ് നേരത്തെ മഅദിൻ സ്കൂളിലെ പ്രധാനാധ്യാപകനായി ജോലി ചെയ്തിരുന്നു. ആ സമയത്തുള്ള ബന്ധം ഉപയോഗിച്ചാണ് നാസറിനെ കൊണ്ട് ഫഹദ് ചോദ്യപേപ്പർ ചോർത്തിയെടുത്തിരുന്നത്. വാട്സാപ്പിലാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ ഫോട്ടോയെടുത്ത് കൈമാറിയിരുന്നത്. പിന്നീട് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടുപേരുടെയും ഫോൺ ഫോർമാറ്റ് ചെയ്തതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഫഹദിന്റെ ഫോൺ നേരത്തെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. നാസറിന്റെ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. അത് നമ്മൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫോൺ നാസറിന്റെ നോക്കാം, അതുപോലെ തന്നെ മറ്റ് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളെ നോക്കാം. അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണല്ലോ. ചോദ്യപേപ്പർ കൈമാറിയതിന് MS സൊല്യൂഷനിൽ നിന്നും പ്രതിഫലം കിട്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് നാസർ ഇതുവരെയായി മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർക്കും പങ്കുണ്ടെന്ന ആരോപണവുമായി KSUവും രംഗത്തെത്തി. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കി നൽകുന്നതിന് SSLC മാതൃകയിൽ പരീക്ഷാ പ്രോട്ടോകോൾ നടപ്പാക്കണമെന്നും KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ആവശ്യപ്പെട്ടു. ഓണപ്പരീക്ഷയുടെ, ക്രിസ്മസ് പരീക്ഷയുടെ ഒക്കെ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായ വിശ്വാസത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഏജൻസിയെ ഏൽപ്പിക്കണം. DD ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസർമാരെ ഏൽപ്പിക്കാൻ തയ്യാറാവണം. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടമായ അബ്ദുൽ നാസറിനെ പിടികൂടാൻ സാധിച്ചതോടെ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷൊഹീബിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിക്കും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.